ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പോർക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പോർക്കെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, അതെല്ലാം ഞാൻ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കേണ്ടത്. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വരുന്നതിന് മുന്നേ തന്നെ ഞാനിട്ടു, എനിക്ക് തീരെ ക്ഷമയില്ലാത്തത് കാരണം. അപ്പം തീയൊക്കെ ഞാൻ നല്ലപോലെ കൂട്ടി വെച്ചു. അത് കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് സവോളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാനിത് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിനകത്തേക്ക് കുറച്ച് മീറ്റ് മസാല. ശരിക്കും ഇതിന് പോർക്ക് മസാലയാണ് വേണ്ടുന്നത്. ഇവിടെ പക്ഷേ പോർക്ക് മസാല ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ കുറച്ച് ചേർത്ത്, ഒത്തിരിയൊന്നും വേണ്ട, ഒരു കുറച്ച് ചേർത്തിട്ട് അതൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. അത് തിരുമ്മി വെച്ചിട്ട് നമ്മളത് വഴറ്റുന്ന ആ ഒരു സമയം ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ തിരുമ്മി വെച്ചു. അപ്പോൾ നമ്മുടെ സവോള അവിടെ അടുപ്പത്ത് വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ അതിലേക്ക് ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടാലത് പെട്ടെന്ന് വഴന്ന് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുവാണ്. അത് ശരിക്കായിട്ടില്ല. അപ്പോൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. അടുപ്പിലല്ലേ, ഗ്യാസിലല്ലല്ലോ. അപ്പം അതിൻ്റെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അത് മാറി വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കുക. അപ്പം അതും അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും, പച്ചമണം മാറിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ, അതാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, മല്ലിപ്പൊടിയുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മളതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ചേർത്തിരിക്കുന്ന ഇത്തിരി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നമ്മളൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാതെ നോക്കണം. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ, അടുപ്പിലല്ലേ. അപ്പോൾ ഞാനതിനകത്ത് ചേർക്കുന്നത് മറ്റേ മീറ്റ് മസാലയും ചേർത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മളതിനകത്ത് കുരുമുളക് പൊടി അതും ചേർക്കണം കേട്ടോ. ഇതിനകത്ത് കറിയാണെങ്കിലും അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തു. അപ്പോൾ അത് നല്ല രീതിയിൽ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴേക്കും ഞാൻ അതിനകത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന പോർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ നിന്ന് അരപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇത് ചാറായിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതായത് അരിയഞ്ചക്ക വയ്ക്കും ഇവിടെ, അരിയഞ്ചക്കയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ വെള്ളം ചേർത്തു. അപ്പോൾ നമുക്കിനി ഇത് പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ചേർക്കാനൊന്നുമില്ല. നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെക്കണം. അപ്പം അതിൻ്റെ അടപ്പൊന്നും കണ്ടില്ല എവിടെയാണ്. അപ്പോൾ ഞാൻ ഒരു ബേസിനെടുത്തിട്ട് അതതിൻ്റെ മുകളിൽ അടപ്പായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പം അത് നല്ല രീതിയിൽ തിളച്ച് വന്നപ്പം പിന്നെ കുറേ സമയം പിടിക്കും പോർക്കായത് കാരണം. അപ്പോൾ നമ്മുടെ ക്ഷമയൊക്കെ കിട്ടും കേട്ടോ എല്ലാവരുടെയും. അപ്പോഴേക്കും നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ കറി റെഡിയായി കേട്ടോ. അത് കഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വീണ്ടും അത് അടുപ്പേ വെച്ചിട്ട് നമ്മളതൊന്നുകൂടെ വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ